നമുക്കിന്നൊരു വെറൈറ്റി ചെമ്മീൻ റോസ്റ്റ് പിടിച്ചാലോ. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള കുറച്ച് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക്, എന്താ പറയുക, പൊടിക്കാത്ത കുരുമുളക്, അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എത്രയാണോ ചെമ്മീൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. എനിക്ക് ചെറിയ ചെമ്മീനെ കിട്ടി, അതുകൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങളെ എടുത്തിട്ടുള്ളൂ. പിന്നെ അതിനകത്തേക്ക് കുറച്ച് പെരിഞ്ചീരകം ആഡ് ചെയ്യുക. പിന്നെ ഇതിൽ പച്ചമാങ്ങയാണ് സൂപ്പർ, പക്ഷെ നമുക്കിപ്പോൾ പച്ചമാങ്ങ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പുളി ചേർത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മളിത് നല്ലപോലെ ഗ്രൈൻഡറിൽ അരച്ചെടുക്കണം. സോറി, ഞാൻ കറിവേപ്പില വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാൻ ആരും മറക്കരുത്. തുള്ളി പോലും വെള്ളം ആഡ് ചെയ്യേണ്ടി വേണം നമ്മൾ നല്ല പോലെ ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നല്ല പോലെ നമ്മുടെ ചെമ്മീൻ കുട്ടന്മാരുടെ മേത്തേക്ക് നല്ലപോലെ തേച്ചങ്ങോട്ട് പിടിപ്പിക്കണം. പിന്നെ അത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ മസാല നല്ലപോലെ പിടിക്കുള്ളൂ. ആൻഡ് നമ്മൾ എന്താ പറയുക, നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. ചട്ടി എടുക്കാം, അതിലാവശ്യത്തിനുള്ള നമ്മുടെ എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കാം മീൻസ് നല്ലപോലെ വരട്ടിയെടുക്കണം. ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഹാഫ് കുക്ക് ആകുമ്പോഴേക്കും നല്ലപോലെ വെള്ളം വരും. ബട്ട് ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല, നല്ലപോലെ നമ്മൾ വറ്റിച്ചെടുക്കണം. ഈ ഒരു പരിവായി എടുക്കണം. പിന്നെ ലാസ്റ്റിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കറിവേപ്പിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മല്ലിച്ചപ്പും ആഡ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ കിട്ടിലൻ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്.